ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിച്ച് മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 211. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവചനം അധ്യായങ്ങൾ 43 44, എസെക്കിയേലിൻ്റെ പ്രവചനം അധ്യായം 4 5, സുഭാഷിതങ്ങൾ 12 അധ്യായം 5 മുതൽ 8 വരെ വാക്യങ്ങൾ. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 43. ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ഇപ്പോൾ ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും. നദികളിലൂടെയെങ്കിൽ അവ നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കാരണം ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്റെ രക്ഷകനാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. എൻ്റെ ദൃഷ്ടികളിൽ നീ വിലപ്പെട്ടവനാകയാൽ നീ ബഹുമാന്യനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് പകരമായി മനുഷ്യനെയും നിന്റെ ജീവന് പകരമായി ജനപദങ്ങളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിന്നെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ കൽപ്പിക്കും. ദൂരത്തുനിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും കൊണ്ടുവരുവൻ. എൻ്റെ നാമത്തിൽ അറിയപ്പെടുന്നവരെയും എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചവരെയും ഞാൻ രൂപപ്പെടുത്തി ഉരുവാക്കിയ എല്ലാവരെയും തന്നെ. കണ്ണുകളുണ്ടായിട്ടും കുരുടന്മാരും ചെവികളുണ്ടായിട്ടും ചെകിടന്മാരുമായിരിക്കുന്ന ജനത്തെ കൊണ്ടുവരുവൻ. എല്ലാ ജനതകളും ഒരുമിച്ച് കൂടട്ടെ. എല്ലാ ജനപദങ്ങളും ഒന്നു ചേരട്ടെ. അവരിൽ ആർക്ക് ഇത് പ്രഖ്യാപിക്കാനും മുൻകാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനും കഴിയും? തങ്ങളെ ന്യായീകരിക്കാനും അവർ കേട്ട് ഇത് സത്യമാണെന്ന് പറയാനും അവർ സാക്ഷികളെ തരട്ടെ. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. കർത്താവിൻ്റെ അരുളപ്പാട്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണവനെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്. ഞാനല്ലാതെ ഒരു രക്ഷകനില്ല. ഞാൻ തന്നെയാണ് പ്രസ്താവിച്ചത്. ഞാൻ രക്ഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യും. നിങ്ങൾക്കിടയിൽ ഒരപരിചിതനുമില്ല. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാൻ ദൈവവും. കർത്താവിൻ്റെ അരുളപ്പാട്. ഇനിമേൽ ഞാനാണ് അവൻ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ആരുമില്ല. ഞാൻ ചെയ്താൽ ആര് അത് പൂർവ്വസ്ഥിതിയിലാക്കും? നിങ്ങളെ വീണ്ടെടുക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും അവരുടെ അഴികളെല്ലാം തകർക്കുകയും ചെയ്യും. കൽദായരുടെ വിജയാട്ടഹാസം വിലാപമായി തീരും. കർത്താവായ ഞാൻ നിങ്ങളുടെ പരിശുദ്ധനാണ്. ഇസ്രായേലിൻ്റെ സ്രഷ്ടാവ് നിങ്ങളുടെ രാജാവാണ്. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഒരുക്കുന്ന കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: രഥവും കുതിരയും സൈന്യത്തെയും ശക്തരെയും ഒന്നിച്ചു കൊണ്ടുവരുന്നവൻ തന്നെ. എഴുന്നേൽക്കാനാവാതെ അവർ വീണ് കിടക്കുന്നു. അവർ നശിച്ചുപോയി, വിളക്ക് തിരിപോലെ അണഞ്ഞുപോയി. ആദ്യ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കരുത്, പഴയ കാര്യങ്ങൾ പരിഗണിക്കരുത്. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു. ഇപ്പോൾ അത് മുളയെടുക്കും. നിങ്ങളത് അറിയുന്നില്ലേ? അതെ, ഞാൻ മരുഭൂമിയിലൊരു പാതയും തരിശുഭൂമിയിൽ നദികളും ഒരുക്കും. വന്യജീവികളും കുറുനരികളും ഒട്ടകപ്പക്ഷിക്കുഞ്ഞുങ്ങളും എന്നെ ബഹുമാനിക്കും. കാരണം എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് കുടിക്കാൻ മരുഭൂമിയിൽ ഞാൻ ജലവും തരിശുഭൂമിയിൽ നദികളും നൽകി. ഈ ജനത്തെ എനിക്ക് വേണ്ടിയാണ് ഞാൻ രൂപീകരിച്ചത്. അവർ എൻ്റെ സ്തുതി വർണ്ണിക്കും. നന്ദികെട്ട ജനം. എന്നിട്ടും യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല. നിശ്ചയമായും ഇസ്രായേലേ, നിനക്കെന്നിൽ മടുപ്പ് തോന്നി. നിന്റെ ഹോമയാഗമായി
നീ എനിക്കായി കുഞ്ഞാടിനെ കൊണ്ടുവന്നില്ല. നിന്റെ ബലികളാൽ നീ എന്നെ ബഹുമാനിച്ചില്ല. ധാന്യയാഗത്തിനായി ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയില്ല. ധൂപാർച്ചനയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ മടുപ്പിച്ചില്ല. നീ എനിക്കായി പണത്തിന് കരിമ്പ് വാങ്ങിയില്ല. യാഗമേധസ്സുകൊണ്ട് നീ എന്നെ തൃപ്തനാക്കിയില്ല. മറിച്ച് നിന്റെ പാപങ്ങളാൽ നീ എന്നെ ഭാരപ്പെടുത്തി. നിന്റെ അകൃത്യങ്ങളാൽ നീ എന്നെ മടുപ്പിച്ചു. ഞാൻ തന്നെയാണ് എന്നെ പ്രതി നിന്റെ അതിക്രമങ്ങൾ തുടച്ചു മാറ്റുന്നത്. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക. നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്നെ ന്യായീകരിക്കുന്നതിനായി നീ വിസ്തരിച്ചു പറയുക. നിന്റെ പൂർവ്വപിതാവ് പാപം ചെയ്തു. നിന്റെ വക്താക്കൾ എന്നോട് കലഹിച്ചു. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്ദയ്ക്കും വിട്ടുകൊടുക്കാനായി ഞാൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രഭുക്കന്മാരെ അശുദ്ധരാക്കി. യേശയ്യാ അധ്യായം 44. കർത്താവ് മാത്രം ദൈവം. എന്നാൽ ഇപ്പോൾ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. നിന്നെ മനയുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും ചെയ്യുന്ന കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അവിടുന്ന് നിന്നെ സഹായിക്കും. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത നീതിമാനെ, നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ വരണ്ടയിടത്ത് ഞാൻ ജലമൊഴുക്കും, ഉണങ്ങിയിടത്ത് അരുവികളും. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ചൈതന്യവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ ചൊരിയും. അവ പച്ചപ്പിനിടയിലെ നീരൊഴുക്കിനരികെയുള്ള പൈൻമരം പോലെ വളരും. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും. മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടും. വേറൊരുവൻ തൻ്റെ കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യും. ഇസ്രായേലിൻ്റെ നാമത്തിൽ അറിയപ്പെടും. ഇസ്രായേലിൻ്റെ രാജാവും വിമോചകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു: ഞാനാകുന്നു ആദിയും ഞാനാകുന്നു അന്തവും. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എനിക്ക് സമനായി ആരുണ്ട്? അവനതെനിക്ക് മുമ്പിൽ സ്ഥാപിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാരാണ്? സംഭവിക്കാനിരിക്കുന്നവ അവർ അവരോട് പറയട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭീതിതരാവുകയും വേണ്ട. ഞാനല്ലേ പണ്ടുമുതൽ നിങ്ങളെ അറിയിച്ചത്? ഞാൻ അത് പ്രഖ്യാപിക്കും. നിങ്ങളെൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ വേറൊരു ദൈവമുണ്ടോ? മറ്റൊരു അഭയശില എൻ്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവരെല്ലാം ഒന്നുമല്ല. അവരുടെ ആനന്ദവസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരുടെ സാക്ഷികൾ അവർ തന്നെയാണ്. അവർ ലജ്ജിതരാകാനായി തന്നെ അവർ കാണുന്നില്ല, അറിയുന്നുമില്ല. ഒന്നിനും ഉപകരിക്കാത്ത ദേവനെ മനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? ഇതാ, അവൻ്റെ കൂട്ടാളികൾ ലജ്ജിതരാകും. കരകൗശലക്കാർ മനുഷ്യർ മാത്രമാണ്. അവരെല്ലാം ഒത്തുചേർന്ന് നിൽക്കട്ടെ. അവർ ഭയപ്പെടുന്നതിനോടൊപ്പം ലജ്ജിക്കുകയും ചെയ്യട്ടെ. ഇരുമ്പ് പണിക്കാരൻ കോടാലിയും ആയുധവും തീക്കനലിൽ വെച്ച് ചുറ്റിക കൊണ്ട് രൂപപ്പെടുത്തും. തൻ്റെ കരബലം കൊണ്ടവൻ വിഗ്രഹം നിർമ്മിക്കുന്നു. അവന് വിശന്ന് ശക്തി ക്ഷയിച്ചു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്തു. തച്ചൻ തോത് പിടിച്ച് നാരായം കൊണ്ട് അടയാളമിട്ട് ചീകുളി കൊണ്ടത് രൂപപ്പെടുത്തുകയും അത് അടയാളമിടുകയും ചെയ്യും. ഭവനത്തിലിരിക്കാനായി ആൾരൂപം പോലെ മനുഷ്യ സൗന്ദര്യത്തിനൊത്ത് അവനത് നിർമ്മിച്ചു. അവൻ ദേവദാരുക്കൾ വെട്ടി, അല്ലെങ്കിൽ കരുവേലകമോ സരളമരമോ തിരഞ്ഞെടുത്തു. കാട്ടുവൃക്ഷങ്ങൾക്കിടയിൽ അത് തനിക്കായി വളരാൻ അനുവദിച്ചു. അവൻ ദേവദാരു നട്ടു, മഴ അത് വളർത്തുന്നു. പിന്നെ അത് മനുഷ്യന് വിറകായിത്തീരും. അവൻ അതിൽ നിന്നൊരു ഭാഗമെടുത്ത് തീ കായുന്നു. ഒപ്പം തീ കൊളുത്തി അപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. കൂടാതെ ആരാധിക്കാനായി ഒരു ദേവനെയും അവൻ നിർമ്മിച്ചു. തനിക്ക് പ്രണമിക്കാനായി അവൻ വിഗ്രഹം നിർമ്മിച്ചു. ഒരു ഭാഗം അവൻ തീ കത്തിച്ചു. ആ പകുതി കൊണ്ടാണ് അവൻ മാംസം ഭക്ഷിക്കുന്നത്. തൃപ്തനാകാനായി അവൻ ഇറച്ചി പൊരിക്കും. ആഹാ, നല്ല ചൂട്, ഞാൻ തീ കണ്ടു എന്ന് പറയാനായി അവൻ തീ കായുകയും ചെയ്യും. ശിഷ്ടഭാഗം കൊണ്ട് അവനൊരു ദേവനെ, അവൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അതിനോട് പ്രാർത്ഥിക്കാനും വണങ്ങാനും, എന്നെ രക്ഷിക്കണമേ, അങ്ങാണല്ലോ എൻ്റെ ദൈവമെന്ന് അതിനോട് പറയാനുമായി അവൻ അതിനെ പ്രണമിക്കും. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. എന്തെന്നാൽ കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ മനസ്സും അവിടുന്ന് അടച്ചിരിക്കുന്നു. അവന് വീണ്ടും വിചാരമുണ്ടാകുന്നില്ല. ഒരു ഭാഗം ഞാൻ തീ കത്തിച്ചു. അതിൻ്റെ കനലുകളിൽ അപ്പം ചുടുകയും ഭക്ഷിക്കാനായി മാംസം പൊരിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുകയോ തടിക്കഷണത്തിന് മുമ്പിൽ പ്രണമിക്കുകയോ എന്ന് പറയാൻ അവൻ അറിവില്ല, വിവേകവുമില്ല. അവൻ വെണ്ണീർ ഭുജിക്കുന്നു. വഞ്ചിത ഹൃദയം അവനെ വഴിതെറ്റിച്ചു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലതു കൈയിൽ കാപട്യമല്ലേ ഉള്ളത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. യാക്കോബേ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ തന്നെ. ഞാനാണ് നിന്നെ മെനഞ്ഞത്. നീ എൻ്റെ ദാസനാണ്.
ഇസ്രായേലേ, നീ വിസ്മരിക്കപ്പെടുകയില്ല. കാർമുകിൽ പോലെ നിന്റെ അതിക്രമങ്ങളും മേഘാവലി പോലെ നിന്റെ പാപങ്ങളും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശങ്ങളെ ആർത്തു വിളിക്കുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അഗാധങ്ങളെ സന്തോഷിച്ചാർക്കുക. പർവ്വതങ്ങളെ, വനമേ, അതിലെ ഓരോ വൃക്ഷവുമേ ആർത്തു പാടുവിൻ. എന്തെന്നാൽ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുന്ന് സ്വയം മഹത്വപ്പെടുത്തും. ഗർഭത്തിൽ നിന്നെ മെനഞ്ഞവനും നിന്റെ വിമോചകനുമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഏകനായി ആകാശത്തെ വിരിക്കുകയും ഒറ്റയ്ക്ക് ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവായ ഞാനാണ് എല്ലാം സൃഷ്ടിച്ചത്. ജൽപ്പകരുടെ ശകനങ്ങളെ വ്യർത്ഥമാക്കുന്നവൻ തന്നെ പ്രശ്നക്കാരെ വിഡ്ഢികളാക്കും. വിജ്ഞാനികളെ തിരിച്ചയക്കുന്നവൻ തന്നെ അവരുടെ അറിവിനെ ഭോഷത്വമാക്കും. തൻ്റെ ദാസൻ്റെ വചനം നിറവേറ്റുന്നവൻ തന്നെ തൻ്റെ ദൂതരുടെ ഉപദേശം നിവർത്തിക്കും. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവ പുനർനിർമ്മിക്കപ്പെടുമെന്നും അവളുടെ നാശകൂമ്പാരങ്ങൾ ഞാൻ ഉദ്ധരിക്കുമെന്നും അരുൾ ചെയ്യുന്നവൻ. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കുമെന്ന് ആഴത്തോട് കൽപ്പിക്കുന്നവൻ. സൈറസിനെപ്പറ്റി അവൻ എൻ്റെ ഇടയനാണെന്നും അവൻ എൻ്റെ ഇച്ഛ നിറവേറ്റുമെന്നും പറയുന്നവൻ. ജെറുസലേമിനെക്കുറിച്ച് അവൾ നിർമ്മിക്കപ്പെടുമെന്നും ദേവാലയം സ്ഥാപിക്കപ്പെടുമെന്നും അരുൾ ചെയ്യുന്നു. എസെക്കിയേൽ അധ്യായം 4. ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് അത് നിന്റെ മുമ്പിൽ വെക്കുക. നീ അതിന്മേൽ ജെറുസലേം പട്ടണം കുത്തിവെക്കുക. അതിനെതിരെ ഉപരോധമേർപ്പെടുത്തി ഒരു ഉപരോധ മതിൽ പണിയുകയും ഒരു മൺതിട്ട ഉയർത്തുകയും ചെയ്യുക. അതിനെതിരെ പാളയങ്ങൾ സ്ഥാപിക്കുകയും ചുറ്റും യന്ത്രമുട്ടികൾ ഘടിപ്പിക്കുകയും ചെയ്യുക. നീ ഒരു ഇരുമ്പ് തകിടെടുത്ത് അത് ഒരു ഇരുമ്പ് മതിലായി നിനക്കും പട്ടണത്തിനുമിടയിൽ വെക്കുക. അതിനെതിരെ നിന്റെ ദൃഷ്ടി ഉറപ്പിക്കുക. അത് ഉപരോധത്തിലായിരിക്കും. അങ്ങനെ നീ അതിനെ ഉപരോധിക്കുക. ഇത് ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമായിരിക്കും. നീ ഇടത്തുവശം ചരിഞ്ഞു കിടക്കുക. ഇസ്രായേൽ ഭവനത്തിൻ്റെ അകൃത്യം നീ അതിൻ്റെ മേൽ ചുമത്തുക. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ അകൃത്യഭാരം നീ വഹിക്കും. ഞാൻ നിനക്കായി അവരുടെ അകൃത്യത്തിൻ്റെ വത്സരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ദിവസങ്ങളുടെ എണ്ണമനുസരിച്ച് 390 ദിവസം ഇസ്രായേൽ ഭവനത്തിൻ്റെ അകൃത്യഭാരം നീ വഹിക്കണം. അവ പൂർത്തിയാക്കിയ ശേഷം അടുത്തതായി നീ വലത്തുവശം ചരിഞ്ഞു കിടക്കുക. യൂദാഭവനത്തിൻ്റെ അകൃത്യഭാരം 40 ദിവസം നീ വഹിക്കണം. 1 വർഷത്തിന് 1 ദിവസം വീതം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ജെറുസലേമിൻ്റെ ഉപരോധത്തിന് നേരെ നീ നിന്റെ മുഖം ഉറപ്പിക്കണം. കൈതെറുത്ത് നീ അതിനെതിരെ പ്രവചിക്കണം. ഇതാ, നിന്റെ ഉപരോധത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ കയറുകൾ കൊണ്ട് വരിഞ്ഞിരിക്കുന്നു. ഗോതമ്പ്, ബാർലി, പയർ, തുവര, തിന, ചോളം എന്നിവ എടുത്ത് ഒരു പാത്രത്തിലിടുക. നീ അവ കൊണ്ട് നിനക്കായി അപ്പം ഉണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണമായ 390 ദിവസവും നീ അത് ഭക്ഷിക്കണം. നീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തൂക്കം ഓരോ ദിവസവും 20 ഷെക്കലായിരിക്കണം. പല പ്രാവശ്യമായിട്ടാണ് നീ അത് കഴിക്കേണ്ടത്. 1 ഹിന്നിൻ്റെ 1/6 വെള്ളവും കുടിക്കണം. പല പ്രാവശ്യമായിട്ടാണ് നീ കുടിക്കേണ്ടത്. ബാർലിയുടെ വട്ടയപ്പമായി നീ അത് ഭക്ഷിക്കണം. അവരുടെ കൺമുമ്പിൽ വെച്ച് മനുഷ്യൻ്റെ ഉച്ഛിഷ്ടമായ മലം കൊണ്ട് വേണം അത് ചുട്ടെടുക്കേണ്ടത്. കർത്താവ് ഇതുപോലെ അരുൾ ചെയ്തു: ഞാൻ അവരെ ചിതറിക്കുന്ന ജനതകളുടെ ഇടയിൽ ഇസ്രായേല്യർ തങ്ങളുടെ മലിനമായ അപ്പം ഭക്ഷിക്കും. ഞാൻ പറഞ്ഞു: നാഥനായ കർത്താവേ, കഷ്ടം! ഇതാ, എൻ്റെ ആത്മാവ് ഒരിക്കലും മലിനീകൃതമല്ല. ചെറുപ്പം മുതൽ ഇതുവരെ ചത്തതോ പിച്ചി ചീന്തപ്പെട്ടതോ ഞാൻ ഭക്ഷിച്ചിട്ടില്ല. ചീഞ്ഞ മാംസം ഞാൻ രുചിച്ചിട്ടില്ല. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: നോക്കൂ, മനുഷ്യമലത്തിന് പകരം കന്നുകാലിയുടെ ചാണകം ഞാൻ നിനക്ക് അനുവദിക്കുന്നു. അവയ്ക്ക് മീതെ നിന്റെ അപ്പമുണ്ടാക്കാം. അനന്തരം അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, ഞാനിതാ ജെറുസലേമിൽ അപ്പത്തിൻ്റെ കോൽ ഒടിക്കുന്നു. അവർ തൂക്കി നോക്കിയും ഉത്കണ്ഠയോടെയും അപ്പം ഭക്ഷിക്കും. അളന്നു നോക്കിയും പരിഭ്രാന്തിയോടെയും വെള്ളം കുടിക്കും. അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ കൂട്ടത്തോടെ സംഭ്രമിക്കുകയും തങ്ങളുടെ അകൃത്യത്തിൽ നശിക്കുകയും ചെയ്യും. എസെക്കിയേൽ അധ്യായം 5. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക. ഒരു ക്ഷൗരക്കത്തിയായി നീ അതെടുത്ത് നിന്റെ തലയിലൂടെയും താടിയിലൂടെയും ഓടിക്കണം. എന്നിട്ട് ഒരു തൂക്ക് ത്രാസെടുത്ത് രോമം വിഭജിക്കണം. ഉപരോധത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിൻ്റെ 1/3 പട്ടണത്തിൻ്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കണം. 1/3 എടുത്ത് വാളുകൊണ്ടരിഞ്ഞ് അതിന് ചുറ്റും തൂകണം. 1/3 നീ കാറ്റിൽ ചിതറിക്കണം.
ഞാൻ വാളൂരി അവയ്ക്ക് പിന്നാലെ പോകും. അവയിൽ നിന്ന് ഏതാനും കുറച്ചെടുത്ത് അവ നിന്റെ വസ്ത്രവിളിമ്പിൽ കെട്ടിവെക്കണം. അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് അഗ്നിമധ്യത്തിലേക്ക് എറിഞ്ഞ് നീ അവ തീയിൽ ദഹിപ്പിക്കണം. അതിൽ നിന്ന് ഇസ്രായേൽ ഭവനം മുഴുവനിലേക്കും ഒരഗ്നി പുറപ്പെടും. നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ഇതാണ് ജെറുസലേം. ജനതകളുടെ മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു. അവളുടെ ചുറ്റും രാജ്യങ്ങളാണ്. എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ എൻ്റെ ന്യായപ്രമാണങ്ങളും തനിക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി എൻ്റെ ചട്ടങ്ങളും അവൾ ധിക്കരിച്ചു. എന്തെന്നാൽ അവർ എൻ്റെ ന്യായപ്രമാണങ്ങൾ നിരസിച്ചു, എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല. ആകയാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. നിങ്ങൾ ചുറ്റുമുള്ള ജനതകളെക്കാൾ കോലാഹലക്കാരായതിനാൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചില്ല, എൻ്റെ ന്യായപ്രമാണങ്ങൾ നിവർത്തിച്ചില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനതകളുടെ ന്യായപ്രമാണങ്ങളെ എന്ന പോലെയും നിങ്ങൾ അവ അനുവർത്തിച്ചില്ല. അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. ഇതാ ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു. ജനതകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മധ്യേ എൻ്റെ ന്യായവിധി ഞാൻ നടപ്പിലാക്കും. ഞാൻ ചെയ്തിട്ടില്ലാത്തതും ഇനി ചെയ്യുകയുമില്ലാത്തതുമായവ നിന്റെ സർവ്വമ്ലേച്ഛതകളും നിമിത്തം നിന്റെ ഇടയിൽ ഞാൻ ചെയ്യും. അതിനാൽ നിന്റെ മധ്യേ പിതാക്കന്മാർ പുത്രന്മാരെ ഭക്ഷിക്കും, പുത്രന്മാർ തങ്ങളുടെ പിതാക്കന്മാരെയും ഭക്ഷിക്കും. നിന്നിൽ ഞാൻ വിധികൾ നടപ്പിലാക്കും. നിന്റെ ശിഷ്ടഭാഗം മുഴുവനെയും ഞാൻ ഓരോ കാറ്റിനും ചിതറിക്കും. ആകയാൽ ജീവിക്കുന്ന ഞാനാണേ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. നിന്റെ സകല ദുഷ്പ്രവൃത്തികളും എല്ലാ മ്ലേച്ഛതകളും കൊണ്ട് എൻ്റെ വിശുദ്ധസ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാൻ നിന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ദൃഷ്ടി കനിവ് കാട്ടുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. നിന്റെ 1/3 പകർച്ചവ്യാധി കൊണ്ട് മരിക്കും. അവർ നിന്റെ മധ്യയെ പട്ടിണി കൊണ്ട് അന്ത്യമടയും. 1/3 നിന്റെ ചുറ്റും വാളാൽ നിപതിക്കും. 1/3 ഓരോ കാറ്റിനും ഞാൻ ചിതറിക്കും. അവർക്ക് പിന്നാലെ ഞാൻ വാളൂരിച്ചെല്ലും. അങ്ങനെ എൻ്റെ കോപം ഒടുങ്ങും. അവർക്കിടയിൽ എൻ്റെ ക്രോധം ഞാൻ ശമിപ്പിക്കും. ഞാൻ പ്രതികാരം ചെയ്യും. അവർക്കിടയിലെ എൻ്റെ ക്രോധം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാനാണ് കർത്താവ്, അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചത് എന്ന് അവർ അറിയും. നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിൽ ഓരോ വഴിപോക്കൻ്റെയും ദൃഷ്ടികളിൽ നിന്നെ ഞാൻ നാശത്തിനും പരിഹാസത്തിനും വിട്ടുകൊടുക്കും. ഞാൻ കോപത്തോടും ക്രോധത്തോടും ക്രോധശാസനകളോടും കൂടെ നിന്റെ മേൽ വിധികൾ നടത്തുമ്പോൾ അത് നിനക്ക് ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസപാത്രവും അധിക്ഷേപ വിഷയവും താക്കീതും ഭീതികാരണവുമായിരിക്കും. കർത്താവായി ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിന്നെ നശിപ്പിക്കാനായി ഞാൻ അയക്കുന്ന ക്ഷാമത്തിൻ്റെ മാരകാസ്ത്രങ്ങൾ, നാശത്തിനുള്ളവ നിനക്കെതിരായി ഞാൻ അയക്കുമ്പോൾ ഞാൻ നിന്റെ മേൽ ക്ഷാമം വർദ്ധിപ്പിക്കുകയും നിന്റെ അപ്പത്തിൻ്റെ കോലൊടിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ മേൽ ക്ഷാമത്തെയും ഹിംസ്രജന്തുവിനെയും അയക്കുകയും അത് നിന്നെ സന്താനരഹിതനാക്കുകയും ചെയ്യും. പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും നിന്നിലൂടെ കടന്നുപോകും. ഞാൻ നിന്റെ മേൽ വാൾ കൊണ്ടുവരും. കർത്താവായ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 12 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായമാണ്, ദുഷ്ടരുടെ വൈദഗ്ധ്യങ്ങൾ വഞ്ചനയും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിനായി പതിയിരിക്കുന്നു, സത്യസന്ധരുടെ വായ് അവരെ തന്നെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ മറിഞ്ഞു വീണ് ഇല്ലാതാകുന്നു, നീതിമാന്മാരുടെ ഭവനം നിലനിൽക്കുന്നു. തൻ്റെ പ്രബുദ്ധമൊഴിക്കനുസരിച്ച് വ്യക്തി പ്രശംസിക്കപ്പെടുന്നു, എന്നാൽ വികടബുദ്ധി നിന്ദാപാത്രമായിത്തീരും. പ്രിയമുള്ളവരെ, 211 ദിവസം ദൈവകരുണയ്ക്ക് നന്ദി പറയാം. യെശയ്യാ പ്രവചിക്കുന്നത് പ്രവാസത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്ന ജനത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിരുന്നത് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. യെശയ്യാ പ്രവചനം 44 26 മുതൽ 28 വരെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സൈറസ് എന്ന പേർഷ്യ രാജാവിനെക്കുറിച്ചാണ് പറയുന്നത്. സൈറസ് എങ്ങനെയാണ് ജനത്തെ വിടുവിക്കാൻ പോകുന്നതെന്ന് പ്രവാസത്തിലേക്ക് അയക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യെശയ്യായിലൂടെ ദൈവം പ്രവചിക്കുന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. വ്യക്തമായ കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി അറിയിച്ചിരിക്കുകയാണ്. യൂദാ നഗരങ്ങളോട് അവ പുനർനിർമ്മിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറയുന്നു. ജെറുസലേമിനോട് അവൾ പുനരധിവസിക്കപ്പെടുമെന്നും പ്രവാചകൻ അരുളി ചെയ്യുന്നു. എങ്ങനെയാണ് സൈറസ് ജെറുസലേമിനെ മോചിപ്പിക്കുന്നത്? ഉണങ്ങിപ്പോവുക എന്ന് നദികളോടും ആഴത്തോടും ദൈവം കൽപ്പിക്കും. സൈറസ് ബാബിലോണിനെ പരാജയപ്പെടുത്തുന്നത് ബാബിലോണിൻ്റെ സംരക്ഷണ കവചമായി നിന്ന യൂഫ്രട്ടീസ് നദി വറ്റിച്ചുകൊണ്ടാണ്. നഗരകവാടങ്ങൾ മലർക്കെ തുറന്നിട്ട് അകത്തേക്ക് കടന്ന്
നെബൂഖദ്നേസറിൻ്റെ അനന്തരാവകാശിയായിരുന്ന ബൽഷാസർ രാജാവിൻ്റെ കഴുത്തറുത്തുകൊണ്ടാണ് സൈറസ് ബാബിലോണിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുകയും പിന്നീട് യൂദായെ വിമോചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചാണ് ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് പ്രവാചകൻ അരുളി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രവാചക വചസ്സുകളിലൂടെ വെളിപ്പെടുന്നത്, ഓരോ തവണ ദൈവം വിമോചിപ്പിക്കുമ്പോഴും മോചിപ്പിക്കപ്പെടുന്ന ജനം അറിയേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം തങ്ങളെ മോചിപ്പിച്ചത് ദൈവമായ കർത്താവാണ് എന്നാണ്. വിമോചനം നമുക്ക് തരേണ്ട ഏറ്റവും വലിയ പാഠം, നമ്മളെ മോചിപ്പിക്കുന്നത് നമ്മുടെ കായിക ശക്തിയല്ല, നമ്മുടെ ഭാഗ്യമല്ല, ലക്കല്ല, മറിച്ച് ദൈവമാണ് നമ്മുടെ വിമോചകൻ. ഈ സത്യമാണ് വിമോചനം നമ്മളെ പഠിപ്പിക്കേണ്ടത്. ജീവിതത്തിൽ ഏത് കാര്യത്തിൽ നിന്ന്, അതൊരു ഭൗതിക കാര്യമാവട്ടെ, ഒരു ആത്മീയ ബന്ധനമാവട്ടെ, നമ്മൾ മോചനം പ്രാപിക്കുമ്പോഴും നമ്മൾ അറിയണം, ഒരു മനുഷ്യനും സ്വയം മോചിപ്പിക്കാൻ കഴിയില്ല. വിമോചകൻ ദൈവമായ കർത്താവാണ്. ദൈവത്തെ അറിയാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെല്ലാം നമ്മളെ സഹായിക്കേണ്ടത്. മറ്റൊന്ന്, ഈ ഭാഗത്ത് ആവർത്തിക്കപ്പെടുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം എന്നാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയുന്നത് പരിശുദ്ധനായ ദൈവം എന്ന ആ പ്രയോഗത്തിൽ നിന്നാണ്. പ്രവാസത്തിലാണ് ഇത് അവർ കൂടുതൽ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന ചോദ്യമാണ്. പരിശുദ്ധനായ ദൈവം തങ്ങളിൽ നിന്ന് എന്നും പ്രതീക്ഷിക്കുന്നത് പരിശുദ്ധിയാണെന്നും, എവിടെല്ലാം പരിശുദ്ധിയുടെ ആ നിലവാരത്തിന് പോരായ്മ വരുന്നോ അവിടെ പാപത്തിലേക്ക് വീണുപോകുന്ന സന്ദർഭങ്ങളിലെല്ലാം തങ്ങൾ അടിമത്തങ്ങളിലേക്കും പ്രവാസത്തിലേക്കും കൂപ്പുകുത്തുകയാണെന്നുമുള്ള ആ ബോധം, ആ തിരിച്ചറിവ് ജനത്തിന് പ്രവാസത്തിൽ വെച്ചാണ് ലഭിക്കുന്നത്. സത്യത്തിൽ അവരുടെ ഈ തകർച്ച അവരെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനാണ് സഹായിച്ചത്. തങ്ങൾ ആരാധിക്കുന്ന ദൈവം അശുദ്ധിയെ, തിന്മയെ സഹിഷ്ണുതയോടെ കാണുന്ന, ടോളറേറ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല. അവിടുന്ന് പരിശുദ്ധനായ, പരിശുദ്ധി ആഗ്രഹിക്കുന്ന തൻ്റെ ജനം തൻ്റെ നിലവാരത്തിലേക്ക് വളരണമെന്ന് സ്വപ്നം കാണുന്ന ദൈവമാണ്. മറ്റൊന്ന്, ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ കാണുന്നില്ലേ? വളരെ മൊണോട്ടണസായ, വളരെ വിരസത തോന്നിപ്പിക്കുന്ന സാധാരണ കാര്യങ്ങളിലൂടെയെല്ലാം ജീവിതം പോകുമ്പോൾ ബോറടിപ്പിക്കുന്ന ഈ ജീവിതാനുഭവങ്ങൾക്ക് നടുവിൽ ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആരായാൻ ഈ ഒരു വചനം നമ്മളെ സഹായിക്കണം. എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാത്തത് നമ്മൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കാത്തത് കൊണ്ടാണ്. എത്ര മനോഹരമായ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്, ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നീ കാണുന്നില്ലേ? എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തും കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാൽ, ഒരു ജനാല കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഒരു വാതിൽ തുറക്കപ്പെടുന്നെന്നും, ഒരു വഴി അടയുമ്പോൾ മറ്റ് 100 വഴികൾ തുറക്കപ്പെടുന്നെന്നുമൊക്കെ കാണാൻ നമുക്ക് കഴിഞ്ഞേക്കും. പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ മറ്റൊരു കാര്യം, യാക്കോബേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നാണ്. ഐ നോ യു ബൈ യുവർ നെയിം. പേരറിയുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അറിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് വായിച്ച ഒരു വചനം മനസ്സിലുണ്ടെങ്കിൽ അതിങ്ങനെയാണ്: മോശെ, എനിക്ക് നിന്നെ നന്നായി അറിയാം. നല്ലതുപോലെ നമ്മെ അറിയാവുന്ന ദൈവം. ഭയപ്പെടരുത്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ പതറിപ്പോകരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ പ്രവാചക വചസ് നമുക്ക് നൽകുന്നത്. എസെക്കിയേൽ 4-24 വരെ യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ പ്രവചന ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണത്. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ് എസെക്കിയേലിനുള്ളത്. അതിലെ ആദ്യത്തെ പ്രവാചക ഘട്ടമാണ് ഈ 4-24 വരെ. അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവചനം എസെക്കിയേൽ നടത്തുന്നത് ജെറുസലേം തകർന്നു വീഴുന്നതിന് മുമ്പാണ്. എന്നുവെച്ചാൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് പ്രവാസത്തിലേക്ക് ജനം കൊണ്ടുപോകപ്പെട്ടതെന്ന് പലതവണ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ജനങ്ങളെ നാടുകടത്തി. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ നഗരം തകർക്കപ്പെടുന്നത്. യഹൂദ ജനത്തിനൊരു ചിന്തയുണ്ടായിരുന്നു: ജനം നാടുകടത്തപ്പെട്ടാലും നഗരം നിലനിൽക്കും, അതുകൊണ്ട് അവശേഷിക്കുന്നവർക്ക് ആ നഗരത്തിൽ ജീവിക്കാം. മറ്റൊരു രാജ്യത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാണെങ്കിലും ഈ ജെറുസലേമിൽ തന്നെ തങ്ങളുടെ ഒരിക്കലും നശിച്ചു പോകാത്ത ഈ നഗരത്തിൽ തന്നെ ജീവിക്കാമെന്ന് അവർ
തെറ്റിദ്ധരിച്ച് വീണ്ടും തിന്മയിലേക്ക് ചാഞ്ഞു തുടങ്ങുമ്പോഴാണ് എസെക്കിയേൽ പ്രവചിക്കുന്നത്, നിങ്ങളുടെ ചിന്ത തെറ്റാണ്, ഈ നഗരം ഉപരോധിക്കപ്പെടും, അത് തകർന്നു വീഴും, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് നിലനിൽക്കുകയില്ല. ഇത് സൂചിപ്പിക്കാനാണ് അദ്ദേഹം 3 സിംബോളിക്കായ അടയാള രൂപത്തിലുള്ള 3 പ്രതീകങ്ങളിലൂടെ അദ്ദേഹം ജെറുസലേമിൻ്റെ തകർച്ചയെ ആവിഷ്കരിക്കുന്നത്. എസെക്കിയേൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ദൃശ്യ ആവിഷ്കാരങ്ങൾ കൊണ്ടുകൂടിയാണ് അദ്ദേഹം പ്രവചിച്ചത്. ഹിസ് പ്രൊഫസി വാസ് നോട്ട് വെർബൽ എലോൺ, റാദർ ഇറ്റ് വാസ് വിഷ്വൽ. കാണാവുന്ന വിധത്തിൽ പ്രതീകങ്ങളിലൂടെ അദ്ദേഹം അത് ആവിഷ്കരിച്ചു. നമ്മൾ ഇന്നത്തെ വായനയിൽ നമ്മൾ കണ്ട 3 അടയാളങ്ങളിലുള്ള ചിത്രീകരണം, അത് ജെറുസലേം ഉപരോധിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് എസെക്കിയേൽ പ്രവചിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാചകനെ ദൈവം എത്രമാത്രം വളരെ സങ്കടം തോന്നുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടത്തിവിട്ടാണ് പ്രവാചകരിലൂടെ ജനത്തെ മുന്നറിയിപ്പ് നൽകി മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ജനം അതൊന്നും കാണുകയോ കൂട്ടാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഖേദകരവും സങ്കടകരവുമായ യാഥാർത്ഥ്യം. നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് ദുരന്തം. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ദൈവം അരുളി ചെയ്യുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ചില അടയാളങ്ങളിലൂടെ ദൈവം കാണിച്ചു തരുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് അന്ധവും ബധിരവുമായി പോയി എന്ന സങ്കടമാവണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ഉള്ളാലെ വിലപിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഒരു കുഞ്ഞു കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. എസെക്കിയേൽ ബ്രെഡ് എന്ന പേരിൽ ഒരു ബ്രെഡുണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ. നേരം പോക്കല്ലിത്, മറിച്ച് അങ്ങനെ എസെക്കിയേലിനോട് ദൈവം അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞതനുസരിച്ചുണ്ടാക്കുന്ന വളരെ പോപ്പുലറായ ഒരു ബ്രെഡിൻ്റെ പേരാണ് എസെക്കിയേൽ ബ്രെഡ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനവായനയിലൂടെ, പ്രത്യേകിച്ച് യെശയ്യായിലൂടെ ഞങ്ങൾ എത്രമാത്രം വിലപ്പെട്ടവരും ബഹുമാന്യരുമാണെന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തകരുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങൾ തകർച്ചയിലും പ്രവാസത്തിലും പരാജയത്തിലും വീഴുമ്പോഴും പ്രത്യാശ തന്ന് അങ്ങ് ഞങ്ങളെ കൈനീട്ടി വിളിക്കുന്നത് എത്ര ആശ്വാസം നൽകുന്ന കാര്യമാണ്. എസെക്കിയേലിനെ പോലെ എല്ലാം വിട്ടുകൊടുത്ത, ദൈവത്തിന് ജീവിതത്തിൽ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്ത, ദൈവം പറയുന്നതൊക്കെ വിടർന്ന കണ്ണുകളോടെ കേൾക്കുകയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അക്ഷരം പ്രതി അതൊക്കെ അനുസരിക്കുകയും ചെയ്ത തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ഒരു സമർപ്പണം കർത്താവെ ഞങ്ങൾക്കും അങ്ങ് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് പ്രത്യേകം സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ല ദിവസം ഉണ്ടാവട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.